ഒരുപാട് സിനിമകളിൽ നായകനായിട്ടും അതുപോലെ തന്നെ നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടൊക്കെ നിറഞ്ഞു നിന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സംവിധാനത്തിന്, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. 95 മിനി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയ്ക്ക്, ആ സിനിമയ്ക്കാണ് ആ വർഷത്തെ മികച്ച കുട്ടികൾക്കുള്ള സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. അത് സംവിധാനം ചെയ്തതും നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വന്ന് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്ത പി ചന്ദ്രകുമാറാണ്. അതിലും പിന്നിലും ഒരു കഥയുള്ളത് പി ചന്ദ്രകുമാർ ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പി ചന്ദ്രകുമാർ നമുക്കറിയാം, ഒരുപാട് കുടുംബ സിനിമകളും ആക്ഷൻ സിനിമകളൊക്കെ മലയാളത്തിൽ ചെയ്ത് ഒരു 88 ആദിപാപം എന്ന് പറയുന്ന ഒരു സിനിമയോടുകൂടി പിന്നെ അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന ആ ഒരു ഒഴുക്കിൽ പെട്ടുപോയ ഒരു സംവിധായകനാണ്. അപ്പോൾ അവിടുന്ന് മധുസാർ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന്, അതായത് എൻ്റെ ശിഷ്യന് നല്ലൊരു സിനിമ ഒരു കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്കുള്ള ഒരു അതുവരെ ചിൽഡ്രൻ സൊസൈറ്റിയോ അങ്ങനെ എന്തോ ഒരു കുട്ടികൾക്കുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു സൊസൈറ്റിയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചലച്ചിത്ര അക്കാദമി എന്നൊക്കെ പറയുന്ന പോലെ അന്ന് അങ്ങനെ എന്തോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെ എന്തോ ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടോ അതിൻ്റെ ഒരു തലപ്പത്ത് മധുസാർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മധുസാറിന് എന്തെങ്കിലും ചെയ്യണം, നല്ല ഇത് ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ പറയുന്ന പോലെ പി ചന്ദ്രകുമാർ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആദിഭാവം പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് ആ കുത്തൊഴുക്കിൽ പെട്ട് അതൊന്നൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നുകൂടി പറഞ്ഞിട്ടാണ് മധുസാർ കുട്ടികൾക്കുള്ളൊരു സിനിമ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്നു എന്നും പറഞ്ഞ് ആ സിനിമ ചെയ്യുന്നതും ആ സിനിമ ഒന്ന് നാഷണൽ അവാർഡ് കിട്ടണതും ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം. അത് പി ചന്ദ്രകുമാർ നാഷണൽ അവാർഡ് വാങ്ങാനായിട്ട് ഡൽഹിയിൽ നിന്ന് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ്, പ്രസിഡന്റിൻ്റെ ആണോ ജൂറി ചെയർമാൻ ആണോ എന്ന് എനിക്കറിയില്ല, അവരുടെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടുന്നതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്കൊന്നും സിനിമയിൽ അങ്ങനെ എത്ര പേരുണ്ട് ഉണ്ടെന്ന് അറിയില്ല, ഇത്രയും സീനിയറായിട്ടും ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ മധുസാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ.